السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ബഹുമാനം നിറഞ്ഞ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം എല്ലാവരും നിലകൊള്ളുന്നത് പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല കഴിഞ്ഞ ദിവസങ്ങളെ നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളെയും അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. ആമീൻ. ഈ റമദാൻ മാസത്തിൻ്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ് ലൈലത്തുൽ ഖദ്ർ. എന്നാലും ലൈലത്തുൽ ഖദ്ർ ഏത് ദിവസമാണെന്ന് ആരും വ്യക്തമാക്കി പറഞ്ഞിട്ടില്ല. എന്നാൽ അധിക പണ്ഡിതന്മാരും മുഫസ്സിരീങ്ങളും പറഞ്ഞിട്ടുള്ളത്, അവർ സൂചിപ്പിച്ചിട്ടുള്ളത് റമദാനിലെ 27-ാം രാവാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ലൈലത്തുൽ ഖദ്റിനെ കൊണ്ട് വിജയിച്ചൊരു കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അതുകൊണ്ട് ഇന്നത്തെ രാത്രിയിൽ നാം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആലയിലേക്ക് ഏറ്റവും അടുക്കേണ്ടതുണ്ട്, തൗബ ചെയ്ത് മടങ്ങേണ്ടതുണ്ട്. മഹദിയായ ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നു, ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലിക്കൊടുത്ത ദിക്റാണ് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന ദിക്ർ അധികരിപ്പിക്കണമെന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. മാത്രമല്ല സുഹൃത്തുക്കളെ, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരെങ്കിലും ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ നമസ്കരിച്ചാൽ ഈമാനൻ വഹ്തിസാബൻ, നല്ല വിശ്വസിച്ചവനായ നിലക്ക് അല്ലാഹുവിന്റെ വജ്ഹിനെ മാത്രം കരുതി ആരെങ്കിലും നിസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവന് ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല അവനക്ക് പുറത്തു കൊടുക്കപ്പെടുന്നു എന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ ദിവസത്തിന്റെ ഓരോ നിമിഷങ്ങളും ഓരോ എല്ലാ സമയത്തിനെയും അതിനുവേണ്ടി നാം ചെലവഴിക്കണം.